സ്കിൻ കെയർ റൂട്ടീൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആയാലോ? ഹായ്, ഞാൻ ഡോക്ടർ ബൽക്കിസ് ബാനു. സ്കിൻ കെയർ റൂട്ടീൻ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനും നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനും രണ്ടായിട്ട് പറയാം. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ സൺ ഡാമേജ്, അതായത് സൂര്യനിൽ നിന്നുള്ള UV റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുകയും നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഹെൽത്തി, ഗ്ലോയി, ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനുമാണ് നോക്കുന്നത്. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള സ്കിൻ കൺസേൺസ് അല്ലെങ്കിൽ ഡാമേജിനെ റിപ്പയർ ചെയ്യുകയും റിജുവിനേറ്റ് ചെയ്യുകയും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനുമാണ് ശ്രമിക്കുന്നത്. സ്കിൻ കെയറിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം, എന്നിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ബെസ്റ്റ് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇനി മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ക്ലൻസിങ്, മോയ്സ്ചറൈസർ ആൻഡ് ദെൻ സൺസ്ക്രീൻ, ഇത് മൂന്നും നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി സമയമുണ്ട്, കുറച്ചും കൂടി സ്കിൻ ഹെൽത്തി, ഗ്ലോയി ആയിട്ട് ഇരിക്കട്ടെ എന്നാണെങ്കിൽ ഇനിയുള്ള സ്റ്റെപ്സ് കൂടി ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജിച്ചൊരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ മുഖം കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിൽ ഉപയോഗിച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ലിംഫാറ്റിക് ഫ്ലൂയിഡിന്റെ ഫ്ലോ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മസാജ് കൊടുക്കുക. ഈ മസാജ് കൊണ്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഹെൽത്തി, ഗ്ലോയി ആവും. മാത്രമല്ല, ഇനി ഉപയോഗിക്കാൻ പോകുന്ന സെറം കുറച്ചുകൂടി അബ്സോർബ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഇനി ഡ്രൈ, ഡീഹൈഡ്രേറ്റഡ്, ഡൾ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നനവുള്ള സ്കിന്നിൽ ഹൈലറൂണിക് ആസിഡ് സെറം അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ഗ്ലോയി ആവണം, അല്ലെങ്കിൽ അൺഈവൻ ആണ് ഇപ്പോൾ, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ട്, മൂക്കിൽ വന്ന പാടുകളുണ്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ C സെറം ഉപയോഗിക്കാം. അല്ല, നിങ്ങളുടെ സ്കിൻ കുറച്ച് ഓയിലി ആണ്, പിഗ്മെന്റഡ് ആണ്, ഓപ്പൺ പോസ് ഉണ്ട്, മൂക്കുരു വരാൻ സാധ്യതയുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡ് സെറം ഉപയോഗിക്കാവുന്നതാണ്. ഈ സെറം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കയ്യിൽ ഒരു 2 or 3 ഡ്രോപ്സ് എടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക, ഒന്ന് മുഖത്ത് ഇതേപോലെ ടാപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങളുടെ മോയ്സ്ചറൈസർ, നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് ജെൽ ബേസ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഇനി അല്ല, ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഉള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സിറാമൈഡും ഹൈലറൂണിക് ആസിഡും ഒക്കെ കണ്ടന്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാം. ഇനി സൺസ്ക്രീൻ എപ്പോഴും SPF 50 ഉള്ളതായിരിക്കണം. മാത്രമല്ല അതിൽ UVA, UVB, PA+++ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കണം. അത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി 2 ഫിംഗർ എമൗണ്ടിലാണ് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത്. അത് തന്നെ ഒരു 3 to 4 hours കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ സൺസ്ക്രീൻ പുറത്തു പോകുമ്പോൾ മാത്രമല്ല, അകത്തിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം. കാരണം നമ്മൾ മിക്കവാറും ആൾക്കാരും എപ്പോഴും മൊബൈൽ ഫോണും ഈ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഈവൻ LED ലൈറ്റിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ സ്കിന്നിലെ കൊളാജിനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ്, ചുളിവുകളും റിങ്കിൾസും ഒക്കെ പെട്ടെന്നുണ്ടാക്കും, പിഗ്മെന്റേഷനും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ ലിപ് ബാമിലും ഇതുപോലെ തന്നെ SPF 50 ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, പിഗ്മെന്റേഷനും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ഒരു ക്ലെൻസിങ് ബാം അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ ഒരു മിസ്ലേനിയം വാട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ മേക്കപ്പും സൺസ്ക്രീനും ഒക്കെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നിങ്ങളുടെ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകി വൃത്തിയാക്കുക. ഇതിനെയാണ് നമ്മൾ ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ സ്കിൻ കൺസേൺസ്, ചിലർക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ ആയിരിക്കും, ചിലർക്ക് പിഗ്മെന്റേഷൻ ആയിരിക്കും, മെലാസ്മ ആയിരിക്കും, മുഖക്കുരു ആയിരിക്കും. ഇതിനൊക്കെ കോജിക് ആസിഡ്, ആർബുട്ടിനിൻ, അസിലിക് ആസിഡ്, ട്രാൻസുമിക് ആസിഡ്, റെറ്റിനോൾ, ബാക്കുച്ചിയോൾ, ദെൻ മഞ്ചട്ടി, ലിക്കറൈസ്, അരട്ടിമധുരം, സെൻഡല്ല ഏഷ്യാറ്റിക്ക, ഇങ്ങനെയുള്ള കണ്ടന്റുള്ള ക്രീംസും ലോഷനും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ ഇത്രയാണ് സ്കിൻ കെയർ. ഫോളോ മീ ഫോർ മോർ സ്കിൻ ആൻഡ് ഹെയർ ടിപ്സ്.